മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കൂടുതൽ നീക്കത്തിന് പോലീസ്. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്യാനും സാധ്യതയുള്ളതായിട്ടാണ് വിവരം. രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹണി റോസിൽ നിന്ന് വീണ്ടും മൊഴിയെടുത്തേക്കും. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും ചേരുന്നു. ആജ്ഞ, ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ പോലീസിന്റെ നീക്കം ഏതു തരത്തിലുണ്ടാകുമെന്ന സംശയമുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പോലീസ് സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? ഹണി റോസിൽ നിന്ന് വീണ്ടും തുടരന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കുമെന്ന സൂചനയുണ്ട്. അന്വേഷണ സംഘം ഇന്ന് നടത്താൻ പോകുന്ന നീക്കം എങ്ങനെയാണ്? കൊച്ചിയിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ആജ്ഞ. സജിത, എൻ്റെ കൂടെ ഒരു അപ്ഡേഷന് കൂടിയുണ്ട്. സലീം എന്ന ആള് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസും കൂടി ഇതിനൊപ്പം പരിഗണിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം സജിത്ത് സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ബോച്ചയുടെ ഉൾപ്പെടെയുള്ള ജാമ്യ അപേക്ഷ പരിഗണിക്കുന്ന കാര്യത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ എടുത്തിട്ടുള്ള നിലപാടുകൾ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ തന്നെയാണ് അദ്ദേഹം ഒരു മിനിറ്റിലെ തെറ്റിന് 1 വർഷം ഈ തടവ് നൽകുന്ന രീതി അങ്ങോട്ട് ഡൈജസ്റ്റീവായ രീതി അല്ല എന്നുള്ള തരത്തിലേക്ക്, അത് വലിയ ക്രൂരതയാണ്, അത്തരത്തിൽ ഒരാളെ ഉപദ്രവിക്കരുത് എന്നുള്ള തരത്തിലുള്ള കമന്റ് നടത്തിയത് നമ്മുടെ ചാനലിൽ തന്നെയാണ്. ആ ഒരു കമന്റിനോട് തന്നെയാണ് ഹണി റോസ് പ്രതികരിച്ചിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. കാരണം താങ്കൾ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലേക്കാണ് താങ്കളുടെ പരാമർശങ്ങൾ വരുന്നതെന്ന് ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ രാഹുൽ ഈശ്വറിനോട് അത്തരത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. അതേസമയം രാഹുൽ ഈശ്വർ ഉറച്ചു വാദിക്കുന്നുണ്ട് ഹണി റോസിനെതിരെ താൻ ഒരിടത്തും ഹണി റോസിനെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഈശ്വർ സംസാരിച്ചത് ഹണി റോസിനെതിരെ അല്ല എന്ന് രാഹുൽ ഈശ്വർ ഉറപ്പിക്കുമ്പോഴും ഹണി റോസിനെതിരെ അല്ലെങ്കിൽ പോലും സ്ത്രീത്വത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം 19 അനുച്ഛേദത്തിന്റെ ബലത്തിൽ മൊറാലിറ്റിയും അതുപോലെ തന്നെ സഭ്യതയും ചൂണ്ടിക്കാട്ടി അദ്ദേഹം വെച്ചിട്ടുള്ള, അതായത് സമൂഹത്തിൽ പെരുമാറേണ്ട രീതികൾ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിയാണ്. അതിൽ നേരത്തെ നടി അമല പോളിന്റെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ ഒരു സിനിമയുടെ പ്രൊമോഷനുമായി വന്ന സമയത്തുണ്ടായ വിവാദത്തിലും ഈ തരത്തിൽ തന്നെ രാഹുൽ ഈശ്വർ നേരത്തെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അമല പോൾ ലോനക്ക് ഉടുപ്പിട്ടും അതല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബിൽ പോകുന്ന തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ടാണോ കോളേജിൽ എത്തേണ്ടത്, അത് മോശം മെസ്സേജ് ആണ് നൽകുന്നത് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ 1 മിനിറ്റിന്റെ തെറ്റിന് 1 വർഷം ജയിലിൽ ശിക്ഷ അനുഭവിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്ന് പറയുമ്പോൾ സാമൂഹിക പ്രതിബദ്ധതയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന രാഹുൽ ഈശ്വറിന് പോലും ഈ തെറ്റിന്റെ ഇന്റൻസിറ്റി മനസ്സിലായിട്ടില്ല. അതല്ലെങ്കിൽ ഈ ഒരു തെറ്റ് ഈ ചെറിയ തെറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഈ തെറ്റ് ഈ ബോബി ചെമ്മണ്ണൂർ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ലൈംഗിക അധിക്ഷേപമാണ് എന്ന് വ്യക്തമായിട്ട് പോലും ആ നിലപാടിൽ ഉറച്ചു നിന്ന് ഈ തരത്തിൽ ഈ പരാതി നൽകുന്ന സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ അവരെ അശക്തരാക്കുന്ന രീതിയിലുള്ള കമന്റുകളാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വെക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രതികരണം നമ്മുടെ ചാനലിൽ ഉണ്ടായപ്പോൾ പോലും ആ ഒരു പ്രതികരണത്തോട് വളരെയധികം വിയോജിപ്പുകൾ ആയി പലരും രംഗത്ത് വന്നിരുന്നു. ആ ഒരു ഡിസ്കഷൻ തന്നെ ആ ഒരു തരത്തിലേക്ക് രാഹുൽ ഈശ്വറിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിന്റെ നിലപാടിനുള്ള വിയോജിപ്പ് വ്യക്തമായിരുന്നു. അദ്ദേഹം പുരുഷന്മാർക്ക് പിന്തുണ നൽകുന്നു അല്ലെങ്കിൽ ആ തരത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴും അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു രീതിയിലേക്ക് രാഹുൽ ഈശ്വറിന്റെ കമന്റുകൾ അധപ്പതിച്ചു പോയിരുന്നു എന്നുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നത്. അത് മാത്രമല്ല, ഹണി റോസ് നേരത്തെ തന്നെ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ മോശമായി സംസാരിക്കുന്നതിനെതിരെ ഹണി റോസ് താങ്കൾ ഭാഷാ വൈദഗ്ധ്യം കൊണ്ട് അല്ലെങ്കിൽ കുറ്റത്തിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുന്ന തരത്തിലേക്ക് അതിനെ നിർവീര്യമാക്കുന്ന രീതിയിലേക്ക് താങ്കളുടെ ഭാഷാ പ്രയോഗം അതിഗംഭീരമാണ് എന്നുള്ള തരത്തിലും താങ്കളെ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരിയാക്കാൻ പാടില്ല, കാരണം സ്ത്രീകൾ ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചു വരണം എന്നുള്ള ഡ്രസ് കോഡ് പോലും താങ്കൾ ഉണ്ടാക്കും. അതിന് കാരണം താങ്കൾക്ക് ഏത് തരത്തിൽ സ്ത്രീകളെ കണ്ടാലാണ് താങ്കൾ വികാരാധീനനാവുക എന്ന് പറയാൻ പാടില്ലല്ലോ. താങ്കളുള്ള സ്ഥലത്തേക്ക് അതാണ് സാഹചര്യം. എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന്റെ കൂടുതൽ നടപടികളുണ്ടാവും. രാഹുൽ ഈശ്വർ അറസ്റ്റ് ഭീഷണി നേരിടുന്നുണ്ട്. മുൻകൂർ ജാമ്യവും തേടി രാഹുൽ ഈശ്വറും കോടതിയെ സമീപിച്ചിട്ടുണ്ട്.